ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കുറച്ചേരൊക്കെ ട്രൈ ചെയ്തു എന്നൊരു മെസ്സേജ് അയച്ചിരുന്നു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ അടുത്തുള്ള ഷോപ്പുകളിലൊന്നും ഈ കണ്ടൻസ്ഡ് മിൽക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ചെയ്തിട്ടില്ല, നീ അതിൻ്റെ കൂടെ ഒന്ന് വീഡിയോ ഇട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വീഡിയോ ആണ് ഇന്ന് ചെയ്യണത്. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് ചെയ്യുക. ഞാൻ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിന് കറക്റ്റായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 1/2 ലിറ്ററിൻ്റെ 1 പാക്കറ്റ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ തന്നെ മധുരമാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് 1 കപ്പോളം ചേർത്തത്. ഇനി നമുക്ക് ചെറു തീയിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അടുക്കി പിടിക്കരുത്, അപ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നിങ്ങളപ്പോൾ വലിയൊരു പാത്രം തന്നെ എടുക്കണം. ചെറിയ പാത്രം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, തിളച്ച് പോകും. വീഡിയോ എടുക്കുമ്പോൾ നല്ലോണം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെറിയ പാത്രം എടുത്തിരുന്നത്, പക്ഷെ അതെനിക്ക് പണി തന്നു. അതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി. പാലൊക്കെ നല്ലോണം തിളച്ച് വറ്റി തുടങ്ങി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടണം. ആ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടെക്സ്ചർ നമുക്ക് കിട്ടണ വരെയും കുറുകണം. കണ്ടോ, ഇപ്പം നല്ലോണം കുറുകി കിട്ടിയിട്ടുണ്ട്. ആ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടെക്സ്ചർ തന്നെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് നേരം തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് തണുത്ത് കഴിയുമ്പോഴേക്ക് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് അതൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി, നമുക്ക് ഈ ഒരു ടെക്സ്ചർ തന്നെ കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുന്നത്തെ വീഡിയോയും കൂടി ഒന്ന് കാണുക, അതും കൂടി ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്കപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക.